ദില്ലിയിലെ രാഷ്ട്രീയ കളി ഗതിമാറുന്നു. ചുക്കാൻ പിടിച്ചത് രാഹുൽ ഗാന്ധി, മുന്നിൽ നിർത്തിയത് മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിനെ. അതെ, ആം ആദ്മിയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം സാക്ഷാത്കാരമായി. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സുവർണ നിമിഷത്തിന് വേണ്ടി കോൺഗ്രസ് ഒരുപാട് കാലമായി കാത്തിരിക്കുന്നു. ഒടുവിൽ അത് സംഭവിച്ചിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ സഖ്യത്തിന് മുന്നിൽ നിന്നത്. ചുക്കാൻ പിടിച്ച് പിന്നിൽ നിന്നത് രാഹുൽ ഗാന്ധി. ഒടുവിൽ ദില്ലിയിലെ കോൺഗ്രസ് നേതാക്കന്മാരും ആം ആദ്മിയുടെ നേതാക്കന്മാരും ഒരു ടേബിളിൽ ഇരുന്ന് കാര്യങ്ങൾ തുറന്നു സംസാരിച്ചപ്പോൾ ലക്ഷ്യം ഒന്ന് തന്നെയാണെന്ന് ബോധ്യമായി കാണും. അതുകൊണ്ട് തന്നെ അവർ ഉറച്ച തീരുമാനത്തിലെത്തി. അതായത് BJPയെ നേരിടുക, ലോക്സഭയിലെ 7 സീറ്റുകളും പിടിച്ചെടുക്കുക, കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിലേറുക. നേതൃത്വം നൽകിയ ഷീലാ ദീക്ഷിതിന്റെ ചില ഗുണങ്ങൾ എടുത്തു പറയാതെ വയ്യ. അതായത് അധികാരത്തിലുണ്ടായിരുന്ന മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്ന ഷീലാ ദീക്ഷിതിനെ താഴെയിറക്കിയാണ് ആം ആദ്മി സർക്കാർ ഡൽഹിയിൽ അധികാരത്തിലേറിയത്. എന്നാൽ പിന്നീട് ആം ആദ്മിയുമായി ചർച്ച ചെയ്യാൻ അവർ തയ്യാറായി നിന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJP തന്നെയാണ്. കേന്ദ്രത്തിൽ കൊണ്ടുവന്ന BJPയുടെ ചില നടപടികൾ രാജ്യദ്രോഹ നടപടികളായി മാറിയത്, ജനദ്രോഹ നടപടികളായി മാറിയത് ഒന്നെങ്കിൽ ഷീലാ ദീക്ഷിതിനെ ചിന്തിപ്പിച്ചു കാണും. ശത്രുവായിരുന്ന ആം ആദ്മിയെ കൂട്ടുപിടിച്ച് മുന്നിൽ നയിക്കാൻ തീരുമാനിച്ചതും ഈ കാരണങ്ങൾ തന്നെയായിരിക്കാം എന്നുള്ളത് തന്നെയാണ് മാധ്യമങ്ങൾ എടുത്തു പറയുന്നത്. പക്ഷേ ആം ആദ്മിയുമായുള്ള സഖ്യം അവിടെയുള്ള മുൻ കോൺഗ്രസ് അധ്യക്ഷൻ അജയ് മാക്കന് തീരെ ദഹിച്ചില്ല. കോൺഗ്രസ് അധ്യക്ഷൻ സ്ഥാനം രാജിവെക്കുകയുണ്ടായി. പിന്നീട് ആരെയാണ് കോൺഗ്രസ് അധ്യക്ഷൻ സ്ഥാനത്തിലേക്ക് ദില്ലിയിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ചോദ്യം കോൺഗ്രസിനിടയിൽ തന്നെ ഉയർന്നു വന്നെങ്കിലും അതിന് ഏറ്റവും യോജിച്ചത് ഷീലാ ദീക്ഷിത് തന്നെയാണ് എന്ന് വിചാരിച്ച് അജയ് മാക്കനെ മാറ്റി നിർത്താനും കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുമില്ല. ലോക്സഭയിൽ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. ദില്ലിയിലെ ആം ആദ്മിയും കോൺഗ്രസും തമ്മിലുള്ള ഈ സഖ്യം BJPയെ ചെറുതായൊന്നുമല്ല ബാധിച്ചിട്ടുള്ളത്. BJPയുടെ ലോക്സഭ മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കത്തിന് തക്കതായിട്ടുള്ള വെല്ലുവിളി തന്നെയാണ് ദില്ലിയിലെ ആം ആദ്മി കോൺഗ്രസ് സഖ്യം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.